ഭൂമി ഏറ്റെടുക്കലും ഇതിൻ്റെ ചെലവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സംസ്ഥാനം പൈസ കൊടുക്കാതെയാണ് വെറുതെ പറഞ്ഞാന്നൊക്കെ. 5580 കോടി ഉറുപ്പിക എണ്ണി കൊടുത്തിട്ടുണ്ട് എന്ന് കേന്ദ്രമന്ത്രി തന്നെ പാർലമെൻറ്റ് പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കുന്നത്. NH66 മാത്രമല്ല, വേറെയും 2-3 പദ്ധതിക്കും നമ്മൾ ആ നിലയിൽ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും പദ്ധതികൾ ഏറെ വരികയാണ്. ആ ഏറെ വരുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് പറയാനുള്ള കേന്ദ്ര സർക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങൾ പറഞ്ഞു. ഫൈനലായ കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്. ദേശീയ പാത വികസനത്തിന് ഏതൊരു സംസ്ഥാനത്തെയും പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകി ആ പാത വികസിപ്പിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നത് ഒരു പൗരൻ്റെ അവകാശമാണല്ലോ. നമുക്ക് പൂർണ്ണമായിട്ടും സെൻട്രൽ ഫണ്ട് കിട്ടേണ്ടതാണ്. അപ്പം അതിൽ സ്റ്റേറ്റ് ഫണ്ട് ഓരോന്നിനും നൽകുക എന്നുള്ളത് പ്രായോഗികമല്ല. അപ്പം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എങ്ങനെ നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ളത് സംസ്ഥാനത്തെ മന്ത്രിസഭ കൂടി യോഗം ചേർന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. അതിലിപ്പോൾ GST ഒഴിവാക്കേണ്ട, സ്റ്റേറ്റിൻ്റെ GST ഒഴിവാക്കേണ്ട കാര്യം, റോയൽറ്റി ഒഴിവാക്കേണ്ട കാര്യം, ഇതൊക്കെ ചിലത് മുന്നോട്ട് വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നമുക്ക് ഫൈനലൈസ് ചെയ്ത് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. എന്തായാലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി എന്നുള്ളത് ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ ചിരകാല സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത് സംസ്ഥാന ഗവൺമെൻറ് ഇങ്ങനെയൊരു നിലപാടെടുത്തുകൊണ്ടാണ്. ആ നിലപാട് എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ മുടങ്ങിപ്പോയ പദ്ധതി പിന്നീട് പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു. അപ്പോൾ അതിൽ LDF സർക്കാർ എടുത്തിട്ടുള്ള സമീപനമാണ് ഈ പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമാകാൻ കാരണമെന്നുള്ളതൊരു വസ്തുതയാണ്. അല്ല, കേരളത്തിൽ ഭൂമിക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വില കൂടുതലാണ്. നമുക്കറിയാം, നമുക്ക് ഭൂമി കിട്ടാനില്ലല്ലോ. ഈ മറ്റിപ്പോൾ ഉത്തർപ്രദേശിലും ഗുജറാത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ കിട്ടുന്നത് പോലെ ഭൂമി കേരളത്തിൽ അത്ര എളുപ്പത്തിൽ കിട്ടില്ല. അത്ര തിക്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റാണ്. അപ്പം അതിൻ്റെ ചില വിഷയങ്ങളുണ്ട്. പക്ഷേ നമ്മൾ എല്ലാ നിലയിലും ഈ നികുതി അടക്കുകയും നല്ല നിലയിൽ നികുതി പിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ്. ആ നിലയിൽ നമുക്ക് മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നമുക്ക് ലഭിക്കേണ്ട പദ്ധതികൾ അത്രത്തോളം ലഭിക്കുന്നില്ല. അതൊരു വസ്തുതയാണ്. അതിപ്പോൾ റോഡ് പദ്ധതി മാത്രമല്ല, ഏതും എടുത്താൽ നമുക്കറിയാം. ഇപ്പോൾ റെയിൽ എടുത്താൽ അറിയാം. ഇപ്പോൾ ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ച് വന്ന നമ്മുടെ ഒരു ട്രെയിനിൻ്റെ ഒരു പ്രയാസം നമ്മൾ കണ്ടല്ലോ. ഇന്നലെ വന്ദേ ഭാരതിൻ്റെ സ്ഥിതി കണ്ടല്ലോ. അതിനു മുമ്പ് നമ്മൾ ജനശതാബ്ദിയുടെ ട്രെയിനിനകത്ത് ചോർച്ച വലിയ നിലയിൽ ചർച്ച ചെയ്താണല്ലോ. ശരിക്കും അപ്പുറത്തെ സ്റ്റേറ്റുകൾ, നിങ്ങളിപ്പോൾ പല ഇതിൻ്റെ അടുത്തുള്ള സ്റ്റേറ്റിലൊക്കെ യാത്ര ചെയ്യുന്നില്ലേ, അവിടെയൊക്കെയുള്ള ട്രെയിനും നല്ല ബോഗികളും നല്ല ട്രെയിനും കിട്ടുമ്പോൾ നമുക്ക് ഉള്ള ട്രെയിനിൻ്റെ ബോഗി തന്നെ അപകടമാണ് എന്ന് മാത്രമല്ല, പുതിയ ട്രെയിൻ കിട്ടാത്ത പ്രശ്നമാണെന്ന്. ചില ട്രെയിൻ കയറണങ്ങളിൽ ടെറ്റനസിൻ്റെ സൂചി അരയിൽ വെക്കേണ്ട സ്ഥിതിയാണ്. അതും കൂടി കയ്യിൽ ശേഖരിച്ചു പോകേണ്ട സ്ഥിതിയാണ്. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെയാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ, റോഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച കാര്യങ്ങളോട് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി വളരെ പോസിറ്റീവായ സമീപനം എടുക്കുന്നതെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അതൊക്കെ ഇന്നലെ പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ തുടർച്ചയായ പരിശോധനകൾ കൊണ്ടാണ് ഇത് കുറേ കുറക്കാൻ പറ്റിയത്. പരിശോധനകൾ ഇല്ലെങ്കിൽ എന്താ സ്ഥിതി? ഇതൊന്നും നടക്കില്ല. ഒക്കെ ഓഫീസ് മുറിയിൽ ഇരുന്ന് പരിശോധിച്ചാൽ മാത്രം പോരാ, ഫീൽഡിൽ പോകണം. ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഫീൽഡിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ഞാൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ഒരു ടീമായി സഞ്ചരിച്ചുകൊണ്ട് പരിശോധിക്കുന്നുണ്ട്. സഞ്ചരിച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽ വരികയാണ്. ചില നാട്ടിലുള്ള ജനങ്ങൾ ചില പ്രശ്നം ശ്രദ്ധയപ്പെടുത്തും. അല്ലെങ്കിൽ ചില വർക്ക് സ്ലോ ആണെങ്കിൽ കാണാൻ പറ്റും. ചില സ്ഥലത്ത് തൊഴിലാളികൾ, ജോലി ചെയ്യുന്നവർ നമ്പർ വേണ്ടത്ര ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ചിലയിടത്ത് എക്യുപ്മെൻറ്റ്സ്, മെഷീൻ ഉൾപ്പെടെ വേണ്ടത്ര ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഫീൽഡിൽ കൂടി പോകണം. ഞങ്ങൾ ഫീൽഡിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. ഒരു 2-3 റൗണ്ട് പോയി കഴിഞ്ഞു. യോഗങ്ങൾ, 100 കണക്കിന് യോഗങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. ഇനിയും ഇത് നടത്തിപ്പോകും. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു സ്റ്റേറ്റിലും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇങ്ങനെ ഞങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ തന്നെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതിയില്ലേ, വേറെ ചില സ്റ്റേറ്റിൽ ഒച്ചിൻ്റെ വേഗത്തിലാണെങ്കിൽ NH66 കേരളത്തിൽ അതിവേഗം നടക്കും. നമുക്കൊരു മാസം 4% ഇൻക്രീസ് വരുത്താൻ ചിലയിടങ്ങളിൽ പറ്റുന്നുണ്ട്. അത് ഇനിയും കൂട്ടണം. അപ്പം അത് നമ്മുടെ ഈ കോർഡിനേഷനാണ്. അതുകൊണ്ട് കുറേ പ്രശ്നം പരിഹരിക്കാൻ പറ്റി. അതെ, കുറേ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. സ്ട്രെച്ച് വൈസ് റിവ്യൂ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഓരോ സ്ട്രെച്ചിൻ്റെയും റിവ്യൂ നടത്തുന്നുണ്ട്.
ഡിസ്ട്രിക്ട് വൈസ് റിവ്യൂ നടത്തുന്നുണ്ട്, സ്റ്റേറ്റ് വൈഡ് റിവ്യൂ നടത്തുന്നുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞ് വെച്ചാൽ മതി അല്ലേ, ഇപ്പോൾ വേണ്ട. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. റോഡ് വീതി കൂട്ടാൻ മരങ്ങൾ മുറിച്ചു മാറ്റണം, അത് സംസ്ഥാനത്തെ വനം വകുപ്പാണ് വേഗത്തിൽ ചെയ്യേണ്ടത്. വൈദ്യുതി ലൈൻ, വൈദ്യുതി പോസ്റ്റ് മാറ്റണം, സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പാണ് വേഗത്തിൽ ചെയ്യേണ്ടത്. ഭൂമി ഏറ്റെടുക്കൽ സംസ്ഥാനത്തെ റവന്യൂ വകുപ്പാണ് ചെയ്യേണ്ടത്. പ്രാദേശിക പ്രശ്നങ്ങൾ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ചെയ്യേണ്ടത്. മെറ്റീരിയലുകളുടെ ആവശ്യകത, മറ്റു പ്രശ്നങ്ങൾ അവിടെ ഉയർത്തിപ്പെട്ട അത് സംസ്ഥാനത്തെ വ്യവസായ വകുപ്പാണ് ചെയ്യേണ്ടത്. ഇത് കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സംസ്ഥാനത്തെ പൊതു മരാമത്ത് വകുപ്പാണ്. ഇതിൻ്റെ പ്രവൃത്തി, ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി. ആ കോർഡിനേഷൻ വളരെ പ്രോപ്പറാണ്. ഇപ്പം ഇന്നലത്തെ യോഗം എന്ന് പറഞ്ഞാൽ തൊട്ടുകൊണ്ടുള്ള പരിശോധനയാണ്. ഇങ്ങനെ ഇടയ്ക്കിടെ നടത്തുന്നുണ്ട്. കൊല്ലത്തിലൊരു യോഗമല്ല, 6 മാസത്തിലൊരു യോഗമല്ല, 3 മാസത്തിലും 2 മാസത്തിലും ഒക്കെ മുഖ്യമന്ത്രി ഒന്ന് യോഗം നടത്തുകയാണ്. ഇതൊരു പുതുമ നിറഞ്ഞ കാര്യമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ പറയുന്നു. അപ്പം അതുകൊണ്ടാണ് ഇത് കുറേ വേഗത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റുന്നത്, പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നമുക്കത് മുന്നോട്ട് നല്ല നിലയിൽ കൊണ്ടുപോകാൻ പറ്റുന്നു.